നമസ്കാരം. കേരള സർവകലാശാല ന്യൂസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. അബ്രോഡ് പോകാൻ നിൽക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുക്കുക? അവരുടെ കാര്യത്തിൽ അവർ തീരുമാനമെടുക്കും. ഞങ്ങളുടെ ഭാവിക്ക് നിങ്ങൾക്ക് ഒരു വിലയില്ല. സാധിക്കുമെങ്കിൽ പരീക്ഷ എഴുതാം, അതല്ലെങ്കിൽ ഇനിയിപ്പോൾ. നമസ്കാരം. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റീസിന്റെ അണ്ടറിൽ വരുന്ന ഡിഗ്രി സ്റ്റുഡൻസ് ഇപ്പോൾ എക്സാം എഴുതാൻ മാനസികമായിട്ടും ശാരീരികമായിട്ടും റെഡിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ചെയ്തൊരു സർവേയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഏകദേശം 24 മണിക്കൂർ കൊണ്ട് തന്നെ 4000-ൽ പരം കുട്ടികളിലേക്ക് ഈ ഒരു സർവേ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇപ്പോഴും റെസ്പോൺസസ് കിട്ടുന്നുണ്ടെങ്കിലും 24 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ റെസ്പോൺസസ് റെക്കോർഡ് ചെയ്താണ് ഈ ഒരു വീഡിയോ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ 4 പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസായ കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും സ്റ്റുഡൻസ് മാത്രമല്ല മറ്റ് ഓട്ടോണമസ് കോളേജിലെ സ്റ്റുഡൻസും പിന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യുന്ന സ്റ്റുഡൻസും ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഈ സർവേ അറ്റൻഡ് ചെയ്തു എന്നുള്ളതാണ്. ടോട്ടൽ 11 ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിരുന്ന ആ ഒരു സർവേയിൽ നെയിമിനും പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്കും ശേഷം പിന്നെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ കറന്റ് സെമസ്റ്റർ ഏതായിരുന്നു എന്നുള്ളതാണ്. അവിടെ 2nd സെമസ്റ്റർ മുതൽ 6th സെമസ്റ്റർ വരെ എല്ലാ സെമസ്റ്റർ പഠിക്കുന്ന സ്റ്റുഡൻസും അവരുടെ ആൻസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിൽ നല്ലൊരു വിഭാഗം കുട്ടികളും 3rd സെമസ്റ്റർ, 4th സെമസ്റ്റർ, 5th സെമസ്റ്റർ ഒരുമിച്ചായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ചോദിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ആർ യു വാക്സിനേറ്റഡ് എന്നുള്ളത്. ആ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾക്ക് കിട്ടിയ ആൻസർ 90.6% നോ എന്നും 7% ഫസ്റ്റ് ഡോസ് കംപ്ലീറ്റഡ് എന്നും 2.4% മാത്രമാണ് 2 ഡോസും കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർ യു കോവിഡ് പോസിറ്റീവ് എന്നുള്ളതായിരുന്നു. അവിടെ 97.1% സ്റ്റുഡൻസ് നോ എന്നും 2.9% സ്റ്റുഡൻസ് എസ് എന്നും ഉള്ള ഓപ്ഷനായിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ യൂണിവേഴ്സിറ്റീസ് എക്സാം നടത്തുവാണെങ്കിലും ഇത് നേരെ തിരിച്ചു വരുമെന്നുള്ള ഡൗട്ട് വേണ്ട. പിന്നെ ചോദിച്ച ആർ യു കമ്മിങ് ഫ്രം കണ്ടെയ്ൻമെന്റ് സോൺ എന്നുള്ള ക്വസ്റ്റ്യന് 49.4% സ്റ്റുഡൻസ് എസ് എന്നുള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തു. അതുപോലെ 50.6% സ്റ്റുഡൻസ് നോ എന്നുള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തു. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആർ യു സ്കെയർഡ് ഓഫ് ഗെറ്റിംഗ് അഫക്റ്റഡ് എന്നുള്ളതായിരുന്നു. അവിടെ 95.5% സ്റ്റുഡൻസ് എസ് എന്നും 4.5% സ്റ്റുഡൻസ് നോ എന്നും ഉള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തു. വാട്ട് മെത്തഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഡു യു യൂസ് ടു റീച്ച് യുവർ കോളേജ് എന്നുള്ളതായിരുന്നു അടുത്ത് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ. അവിടെ 78.2% സ്റ്റുഡൻസ് പബ്ലിക് ട്രാൻസ്പോർട്ടും 18.5% സ്റ്റുഡൻസ് പ്രൈവറ്റ് ട്രാൻസ്പോർട്ടും 3.3% സ്റ്റുഡൻസ് അതർ മീൻസ് ആയിരുന്നു ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ഗവൺമെന്റ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് കണ്ടക്ടിംഗ് ഓഫ്ലൈൻ എക്സാം എന്നുള്ളതായിരുന്നു. അതൊരു നോൺ കമ്പൽസറി ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് പോലും ഓൾമോസ്റ്റ് ഒരു 99% സ്റ്റുഡൻസും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അറ്റൻഡ് ചെയ്തതിൽ ഒരു 95% സ്റ്റുഡൻസിനും ഇപ്പം കോളേജിൽ വന്ന് ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആർ യു മെന്റലി സ്ട്രെസ്ഡ് എന്നുള്ളതായിരുന്നു. അവിടെ 96% സ്റ്റുഡൻസ് എസ് എന്നും 4% സ്റ്റുഡൻസ് നോ എന്നുമുള്ള ഓപ്ഷൻ ഓപ്റ്റ് ചെയ്തിരുന്നു. ഏറ്റവും ലാസ്റ്റ് ചോദിച്ച മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഏത് മോഡ് ഓഫ് എക്സാമിനേഷനാണ് പ്രിഫർ ചെയ്യുന്നതെന്നുള്ളതായിരുന്നു. അവിടെ ഓൺലൈൻ എക്സാം എന്നൊരു ഓപ്ഷനും ഓഫ്ലൈൻ എക്സാമിനൊരു ഓപ്ഷനും കൊടുത്തതിന് പുറമെ ക്യാൻസലിംഗ് എക്സാം എന്നൊരു ഓപ്ഷനും കൂടെ കൊടുത്തിരുന്നു. ആൻഡ് 58.7% സ്റ്റുഡൻസ് ക്യാൻസലിംഗ് എക്സാമും 38.4% സ്റ്റുഡൻസ് ഓൺലൈൻ എക്സാമും ജസ്റ്റ് 3% സ്റ്റുഡൻസ് മാത്രമാണ് ഓഫ്ലൈൻ എക്സാം എന്നുള്ള ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. യൂണിവേഴ്സിറ്റീസും ഗവൺമെന്റും കൂടെ ഡിസൈഡ് ചെയ്തിട്ട് അവർക്ക് ആപ്റ്റായിട്ട് തോന്നിയ ഡിസിഷൻ അവരെടുത്തു അബൌട്ട് അവർ ലൈഫ്. ഏതെങ്കിലും ഒരു സ്റ്റുഡന്റിന്റെ ഒപ്പീനിയൻ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് കൺസിഡർ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം എടുക്കുന്ന സെൻസസിലെല്ലാം സർവേസിലെല്ലാം കാണിക്കുന്നത് 90% സ്റ്റുഡൻസിനും കോളേജിൽ വന്ന് ഓഫ്ലൈൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ പേടിയുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇതൊന്നും കൺസിഡർ ചെയ്യാതെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് ഓഫ്ലൈൻ എക്സാം തന്നെ നടത്തുന്ന ഒരു വാശി പിടിക്കുന്നതിനെ ചോദിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഡയറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റീസിനെ അറിയിക്കുന്ന യൂണിവേഴ്സിറ്റിനെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ അവർ കോൾ ഡിസ്കണക്ട് ചെയ്ത് കളയും, അതല്ലെങ്കിൽ പറയുന്നതെല്ലാം കേട്ടിട്ട് അഞ്ഞു പോയിരുന്നു പഠിച്ചു എന്തായാലും എക്സാം ഓഫ്ലൈനായിട്ട് നടത്തത്തുള്ളൂ എന്ന് പറയും. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ലൈഫിനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വാശി യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഗവൺമെന്റ് കാണിക്കുന്നത് ഞങ്ങൾക്ക് അറിയണം.